ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറയിലേക്ക് ഹർദവമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ന്യൂസും നമ്മുടെ ടെക്നിക്കൽ അനാലിസിസും ഒക്കെ എങ്ങനെ പോയി എന്ന് നോക്കാം. അപ്പോൾ മാർക്കറ്റ് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു ലെവല്, അതായത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഇത് ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ്, ഒരു ആവറേജ് ലെവലാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആ ഒരു ലെവലിൽ ഓൾറെഡി ബ്രേക്ക് ഔട്ട് ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ പോയെങ്കിൽ അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. നിഫ്റ്റി 194 പോയിന്റ്സ് അപ്പ്, നല്ലൊരു മൂവ്മെന്റ് ആണ്. നാച്ചുറലി നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 100 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 194 പോയിന്റ്സ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. പിന്നെ ബുള്ളിഷ് മൂവ്മെന്റ് ആണെങ്കിലും മാർക്കറ്റ് വോളറ്റൈൽ ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഓർക്കുക, നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെയും ഒക്കെ എക്സ്പയറി ആണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. കോൺട്രാക്ട് ഓപ്പൺ ചെയ്തവരൊക്കെ നേരത്തെ കോൺട്രാക്ട് ക്ലോസ് ചെയ്യാൻ ഓർക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നത്തെ അനാലിസിസിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ അനാലിസിസിൽ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 24,110 ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 24,092.70 ആണ്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് പ്ലസ് 94.75 പോയിന്റ്സ് അപ്പ്, 0.81% അപ്പ് മൂവ്മെന്റ്, നല്ല മൂവ്മെന്റ് ആണ്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഗ്യാപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇന്ന് ഗ്യാപ്പ് ഡൗൺ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി നല്ലോണം ഒരു വലിയ കുഴപ്പമില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് കാണിച്ചോട്ടെ. ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ ഇവിടെ ഒരു ഫോൾ ഡൗൺ ആണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഗിഫ്റ്റ് നിഫ്റ്റി ആ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ തന്നെ സെയിം സൈഡ് വേസ് ട്രാവൽ ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഒരു വലിയ ഗ്യാപ്പ് ഡൗൺ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇനി നമുക്കിനി നോക്കാനുള്ള വേറെ കാര്യം, ഞാൻ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അതെങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുക. അപ്പൊ ഇതാണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്ന ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇപ്പൊ ഒന്ന് കറക്റ്റ് വെച്ചോട്ടെ, ഞാൻ വരച്ചപ്പോ ഇത്തിരി മാറിപ്പോയിട്ടുണ്ട്. ഒന്ന് കറക്റ്റ് ഒന്ന് പൊസിഷൻ ആക്കിക്കോട്ടെ. ഇതാണ് ഇതിന്റെ ഹെഡ് വരുന്നത്. അപ്പൊ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണിത്. അപ്പൊ ഈ പാറ്റേൺ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ലെവൽസ് തന്നെയാണ് ഇതും. അതായത് ഇവിടെ ഇതും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആണ്. കാര്യം ഈ ഒരു ലെവൽസ് ആണ് ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. കാര്യം സപ്പോർട്ട് ലെവൽ ആണെങ്കിൽ കൂടി ഈ ഒരു ലെവൽ, അതായത് ഇതിന്റെ വാല്യൂ വരുന്നത് ഏകദേശം, ഞാൻ കറക്റ്റ് പറയാം, 23,800 23,600 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,800 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1. പിന്നെ താഴെ വരുന്നത് 23,600. ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു രണ്ട് ലെവല് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ ആക്ടിവേറ്റ് ആകുകയും മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ക്ലോസ് ചെയ്യാൻ താഴത്തോട്ട് വരികയും ചെയ്യും. കാര്യം ഞാൻ ഈ പൊസിഷൻ എടുത്തേക്കുന്നത് ഈ രണ്ട് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിന്റെ ഈ രണ്ട് ബോട്ടം നെക്ക് ലെവൽ വെച്ചാണ് എടുത്തേക്കുന്നത്, ഇമ്പോർട്ടന്റ് ലെവലായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കാണണം. പിന്നെ നമ്മുടെ ന്യൂസിനെ പറ്റി പറയുവാനാണെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്ന എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇറാൻ ഇപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആംഡ് ഫോഴ്സസിനെ ഹൊംറൂസിന്റെ തീരത്തോട്ട് ഇറാന്റെ ആംഡ് ഫോഴ്സസിനെ അയക്കണം, ആ അതോറിറ്റി ഇറാന്റെ ആംഡ് ഫോഴ്സസിന് കൊടുക്കണം എന്നാണ് സ്ട്രൈറ്റ് ഓഫ് ഹൊംറൂസിന് പറഞ്ഞേക്കണം. പിന്നെ ഒപ്പം തന്നെ ഇറാൻസ് ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഗ്ജി നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിനെ പോയി കാണുന്നുണ്ട്. അപ്പൊ പുടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഇറാന്റെ കൂടെ റഷ്യയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം ഈ ഒരു വാറിലേക്ക് എന്നാണ് അവരുടെ ഡിസ്കഷൻസ് പോകാൻ പോകുന്നത്. പക്ഷെ ഓൾറെഡി US-ഉം ഇറാനും ഇസ്രായേലും എല്ലാം കൂടി കാര്യങ്ങൾ ഇത്തിരി മോശമാണ്. അതിന്റെ ഒപ്പം തന്നെ റഷ്യയും ചൈനയും കൂടി ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് സിറ്റുവേഷൻസും വാർ സിറ്റുവേഷൻസും വളരെ മോശമായിട്ട് മാറും. അപ്പൊ അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ന്യൂസ് അപ്ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ച് നിഫ്റ്റി മൂവ് ചെയ്യുള്ളൂ, അതനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ RSI ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുവാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ RSI എടുക്കുവാണ്. RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇൻഡിക്കേറ്റർ എടുക്കുവാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്നത്തെ ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് എക്സ്പാൻഡ് ചെയ്തോട്ടെ. ഇന്നത്തെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ, ഈ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് ഓവർ ബൈയും അല്ല, എന്നാൽ
കുറച്ച് ഓവർസോൾഡ് ആണ്, വളരെ ഓവർസോൾഡ് എന്നല്ല, കുറച്ച് ഓവർസോൾഡ് ആണ്. അതായത് ഈ ഒരു ഏരിയ കുറച്ച് കൂടുതൽ സെൽ ഓഫ് ചെയ്തു എന്ന്, കുറച്ച് ഓവർ സോൾഡ് ഉണ്ടായി. പക്ഷെ മൊത്തത്തില് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു കാര്യം, അപ്പൊ RSI ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ മാർക്കറ്റ് പുള്ളപ്പ് ചെയ്തു. അതും കൂടി മനസ്സിൽ കണ്ടു വേണം നമുക്ക് നാളത്തെ അനാലിസിസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലാണ് നോക്കേണ്ടത്, അതിലോട്ട് കടക്കാം. റെസിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണേണ്ട ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24,400 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,400. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻഡിക്സസ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിൽ സൺ ഫാർമയാണ് ഏറ്റവും വലിയ ടോപ്പ് ഗെയിനർ ആയിട്ട് വന്ന. അതിന്റെ തൊട്ട് പിറകെ ജിയോ ഫൈനാൻസ്, റിലയൻസ്, ടെക്കം, വിപ്രോ, അദാനി പോർട്സ്, NTPC, SBI ലൈഫ്, JSW സ്റ്റീൽ, HCL ടെക്, M&M, TCS, ഗ്രാസിം, കൊഡാക് ബാങ്ക്, ഇൻഫി, സിപ്ല, ടാറ്റ സ്റ്റീൽ, ഹിൻലാൽകോ, അദാനി ആൻഡ് പവർ ഗ്രിഡ്. ഇതൊക്കെയായിരുന്നു ടോപ്പ് ഗെയിനേഴ്സ്. ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നത് ഏറ്റവും വലിയ ലൂസർ ശ്രീരാം ഫൈനാൻസ് ആണ്. അതിന്റെ തൊട്ടു പുറകെ ആക്സിസ് ബാങ്ക്, ബെൽ, ടാറ്റ കൺസ്യൂമബിൾസ്, ട്രെൻഡ്, ICICI ബാങ്ക്, ഇറ്റേണൽ, നെസ്ലെ ഇന്ത്യ, കോൾ ഇന്ത്യ, ഏഷ്യൻ പെയിന്റ്, ഹിന്ദുസ്ഥാൻ ലിവർ എന്നിവയൊക്കെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സിൽ ഇൻഡസ് ബാങ്ക് ആണ് കുറച്ച് നല്ലോണം പെർഫോം ചെയ്തത്. അതിന്റെ തൊട്ടു പുറകെ IDFC ഫസ്റ്റ് ബാങ്ക്, കൊഡാക് ബാങ്ക്, SBIN, ഫെഡറൽ ബാങ്ക്, PNB, HDFC ബാങ്ക്, യെസ് ബാങ്ക്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഫസ്റ്റ് ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത്, ഈവൻ ദോ ആക്സിസ് ബാങ്ക് ഇത്രയും നല്ല ഒരു ക്വാർട്ടർലി പെർഫോമൻസ് തന്നെങ്കിലും ആക്സിസ് ബാങ്ക് ഇത്തിരി മോശമായിട്ടാണ് ഇന്ന് പെർഫോം ചെയ്തത്. -2.97% ഡൗൺവേർഡ് മൂവ്മെന്റ് കാണിച്ചു. അതിന്റെ തൊട്ടുപുറകെ AU ബാങ്ക്, ആക്സിസ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് എന്നിവയൊക്കെയാണ്. ഇനി നമ്മുടെ സെക്ടറിന്റെ ഇൻഡെക്സസ് വൈസ് പെർഫോമൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിസസിൽ നിഫ്റ്റി 50യും നിഫ്റ്റി 100ഉം ഒഴിച്ച് ബാക്കി നിഫ്റ്റി 50, നിഫ്റ്റി 100 1% താഴെ പോയിന്നേ ഉള്ളൂ ബുള്ളിഷ് ആയിട്ട്. പക്ഷേ ബാക്കി എല്ലാ സെക്ടേഴ്സും 1%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. സെക്ടോറിയൽ ഇൻഡിസസ് നോക്കിയാലും എല്ലാ സെക്ടേഴ്സും ഗ്രീൻ ആയിരുന്നു. പ്രത്യേകിച്ച് നിഫ്റ്റി ബാങ്ക് എടുത്തു പറയേണ്ടത് നിഫ്റ്റി FMCG, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് SV, പിന്നെ PSU ബാങ്ക്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്, EX ബാങ്ക്, ഇതൊക്കെ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് ഇന്ന്. കൂട്ടത്തില് എന്താണ് നിഫ്റ്റി ഓട്ടോയും നിഫ്റ്റി IT-യും ഇത്തിരി കൂടുതൽ നല്ലൊരു പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. നിഫ്റ്റി IT 2.20%, നിഫ്റ്റി 500 ഹെഡ് കെയർ 2.18, നിഫ്റ്റി MSIT 2.43, അങ്ങനെ കുറച്ച്. പിന്നെ നിഫ്റ്റി മീഡിയയും നിഫ്റ്റി ഫാർമയും നല്ല 2%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 56,097 ഇന്നത്തെ മൂവ്മെന്റ് +74 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് 150 to 300 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 150യുടെ അബവ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ വിചാരിച്ച പോലെ അത്ര ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 56,400 ഞാൻ വരച്ചിരുന്ന റെസിസ്റ്റൻസ് മാർക്കറ്റ് മീറ്റ് ചെയ്ത് അവിടെ വന്ന് പിന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു കറക്റ്റ് ഒരു പോയിന്റ് മീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് കാണിച്ചത്. അപ്പൊ മാർക്കറ്റ് നമ്മുടെ റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്തു എന്നും പറയാം. അപ്പോ പിന്നെയുള്ള ഗ്യാപ്പിന്റെ കാര്യമാണ്. നമ്മുടെ ഗ്യാപ്പിന് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, അതുപോലെ തന്നെ ഗ്യാപ്പ് നിൽക്കുവാണ്. ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ ആദ്യമേ തന്നെ ഗ്യാപ്പ് ഒന്ന് ഞാൻ പൊസിഷനിൽ വെച്ചോട്ടെ. ഇനിയിപ്പോ നമുക്ക് ക്ലോസിങ്ങും ബാക്കി വാല്യൂസും ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 56,302 ആണ് ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, ഓർക്കുക. പിന്നെ 56,264.30 ആണ് ബൈ സെൽ വാല്യൂ വന്നിരിക്കുന്നത്. +174.55 പോയിന്റ്സ് ഓഫ് +0.31% അപ്പ് മൂവ്മെന്റ്. കമ്പാരിറ്റീവ്ലി നല്ലൊരു മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഭയങ്കര അടിപൊളി മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോർമേഷൻ കാണാം.
ഇത് 2 പ്രാവശ്യം ഈ സപ്പോർട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ സപ്പോർട്ട് മീറ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്താണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഈ ഒരു ലെവലിൽ, അതായത് ലെഫ്റ്റ് ഷോൾഡറിന്റെ ഈ ഒരു ലെവലിൽ തന്നെ വന്ന് റീട്രേസ് താഴോട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആക്ടിവേറ്റ് ആകും. അതിന് നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് കീ ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലുമാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കീ ലെവൽ ഓഫ് സപ്പോർട്ട് ആയിട്ട് കാണേണ്ടത്. കാര്യം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത ലെവലും കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഇതിന്റെ വാല്യൂസ് വരുന്നത് 55,600, ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1. പിന്നെ വരുന്നത് 54,600. 54 കുറച്ചും കൂടി എടുത്തു പറയുകയാണെങ്കിൽ 54,800 എടുക്കാം നമുക്ക്. 54,800 ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ 2 ലെവൽസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ആ 1000, ഞാൻ കറക്റ്റ് ആ പൊസിഷനിൽ ലൈൻ വെക്കുവാണ്, താഴെയുള്ള ആ ഒരു 1639 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ ഇടയാകും. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ബെയറിഷ് മൂവ്മെന്റ് നടത്താൻ തുടങ്ങും. അതായത് സെല്ലേഴ്സ് ഡോമിനേഷൻ തുടങ്ങി ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് പോരും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റിട്ടേണിംഗ് പൊസിഷനായ അല്ലെങ്കിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്ന പൊസിഷനായ 56,793 എന്ന് പറയാൻ നേരത്ത് 56,800 എന്ന് നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 56,800 ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടത്. അഥവാ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോണ കാര്യമാണ് ഞാൻ ഈ റിവേഴ്സൽ കാര്യം പറഞ്ഞത്. മാർക്കറ്റ് ഇത് റെസ്പെക്ട് ചെയ്തതിന് ശേഷം പിന്നെ താഴത്തോട്ട് മൂവ് ചെയ്യും. അതേസമയം ഇത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ തന്നെ എടുക്കുക. മർപോസു, പിന്നെ നല്ല ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്, അതും ഈ ലൈൻ ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. ബുള്ളിഷ് എൻഗൾഫിംഗ് അല്ലെങ്കിൽ ഹാമർ, നല്ല ലൈൻ ക്രോസ് ചെയ്ത് പോകണം. നല്ല ഷുവറിറ്റി ഉള്ള ഒരു ഹാമർ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ്, അതായത് ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വിട്ടിട്ട് ഒരു അപ്വേർഡ് ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അത് ഒരു ഓൾ ടൈം ഹൈ ഇപ്പോൾ ഓൾ ടൈം ഹൈ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂല. കാര്യം എന്താന്ന് വെച്ചാൽ ഇതിനേലും വലിയ ഓൾ ടൈം ഹൈ ഒക്കെ ഉണ്ട്. എന്നാലും 57,460 എന്ന ഇപ്പോൾ വെച്ച് നോക്കുന്ന ഈ ഹെഡ് വന്ന് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആയാൽ. ഞാൻ ഇത് ഓൾ ടൈം ഹൈ അല്ലെന്ന് പറയാൻ ഒരു കാര്യം കൂടി ഉണ്ട്. കാര്യം മാർക്കറ്റ് ഡൗൺഫോൾ മൂവ്മെന്റ് നടത്തിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഓൾ ടൈം ഹൈ ഒക്കെ വേറെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഓൾ ടൈം ഹൈ ഉണ്ട് 61,771. അപ്പൊ അങ്ങോട്ടൊക്കെ ഒന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾ ടൈം ഹൈ അല്ല, ഇപ്പോഴത്തെ തൽക്കാലത്തെ നമ്മുടെ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഹെഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ 54,800 അവിടെയും ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. 1 അവറിൽ തന്നെ എടുക്കാൻ നോക്കുക, അതാണ് ഏറ്റവും ഉചിതം. ഇവിടെയും കൺഫർമേഷൻ ആയിട്ട് ഒരു 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. എന്നിട്ട് മാത്രം താഴത്തോട്ടുള്ള മൂവ്മെന്റ് എടുക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ ഒക്കെ എക്സ്പയറി ആണ്, മന്ത്ലി എൻഡ് എക്സ്പയറി ആണ്, ഒപ്പം നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പൊ മാർക്കറ്റ് കുറച്ചും കൂടി വോളറ്റൈൽ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യേണ്ടതാണ്. റാൻഡം ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കുക. ഇന്നത്തെ ഇന്ത്യ വിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇന്ത്യ വിക്സ് അതും കൂടി ഒന്ന് എടുത്തേക്കാം. ഇന്നലത്തെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കാം. ഇന്നലെ 19.71 ആണ്. അത് വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കാൻ നേരത്ത് 15 മുകളിലാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ഇന്നലത്തേലും കുറവായിരുന്നു. നമ്മുടെ ഇന്നലത്തെ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ കാര്യമാണ്. മൊത്തം ഇന്ത്യ വിക്സ് 18.38 ആയിരുന്നു. അതും കുറച്ച് സമാധാനപരമായ കാര്യമാണ്. പക്ഷെ അത്രയും വലിയ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഇപ്പോഴും വോളറ്റൈൽ ആണ്. 15 മുകളിൽ ഇന്ത്യ വിക്സ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ
നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിട. താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ.